മക്കളെ, ഇന്ന് നമുക്ക് ഗിടുക്കി മുതൽ എല്ലാ ചാപ്റ്ററും, അതായത് സെക്കൻഡ് ടേമിന് വരാൻ സാധ്യതയുള്ള എന്നല്ല, സെക്കൻഡ് ടേമിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രധാന പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ നമുക്ക് നോക്കാം. ഗിടുക്കിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഗിടുക്കി എന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കഹാനിയിലെ പ്രധാന പോയിന്റുകളാണ് നോക്കുന്നത്. ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയ. ഹോഷിയാർപുരിൽ നിന്നും വിവാഹ ക്ഷണക്കത്ത് വന്നു. परिवार के साथ जनरल कोच से सफर किया. जनरल कोचिल കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു. सांवली सलोनी युवती शाल बेचने आई. സുന്ദരിയായ ഒരു യുവതി ഷാളുകൾ വിൽക്കാൻ വന്നു. യുവതി पत्नी को शाल लेने की इसरार करने लगी. യുവതി ഷാൾ വാങ്ങാൻ ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. पत्नी शाल का दाम बहुत कम करने पर युवती का गला रूंध गया. ഭാര്യ ഷാളിൻ്റെ വില കുറച്ചപ്പോൾ യുവതിയുടെ തൊണ്ട ഇടറി. अंत में 150 को सौदा तय हुआ. അവസാനം 150 രൂപയ്ക്ക് വിൽപ്പന ഉറപ്പിച്ചു. സൗദ കച്ചവടം, തൈഹുവ തീരുമാനിച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു. യുവതിക്ക് आंखों में नामी देखकर पुरुष पात्र को अपने पिता की याद आई. പെൺകുട്ടിയുടെ കണ്ണുകളിലെ ഈർപ്പം കണ്ടപ്പോൾ പുരുഷ കഥാപാത്രം തൻ്റെ അച്ഛനെ ഓർത്തു. അത്രയാണ് ഗിടുക്കി എന്ന കഹാനിയിലെ പ്രധാന പോയിന്റുകൾ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലെ പോയിന്റുകൾ നോക്കാം. അടുത്തത് നമ്മൾ റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തിലെ പോയിന്റുകളാണ് നോക്കുന്നത്. അമൃതലാൽ ബേഗഡിനെ നർമ്മദാ കെ കിനാരെ പദയാത്ര കർത്താ ഹെ. അമൃതലാൽ ബേഗഡ് നർമ്മദയുടെ തീരത്തുകൂടി കാൽനടയായിട്ട് നടക്കുന്നു. പദയാത്ര കർണ പറഞ്ഞ നടക്ക, ഒരു നർമ്മദാ നദിയുടെ തീരത്തുകൂടി നടക്കുന്നു. बारिश होने से लेखक और छोटू को पदोड़ा गांवों में रुकते हैं. മഴ കാരണം എഴുത്തുകാരനും ചോട്ടുവും പദോട ഗ്രാമത്തിൽ തന്നെ തങ്ങുന്നു. लेखक और छोटू को गांव के मंदिर के बरामदे में रहते हैं. ലേഖകനും ചോട്ടുവും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൻ്റെ വരാന്തയിലാണ് താമസിച്ചത്. ചോട്ടുനെ ലേഖക് കെ ലിയെ ഗാന പക്കാത്താ ഹെ. ചോട്ടു ലേഖകന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു. ഗാന ഗാനെ കെ ബാദ് ദോനോം സോത്തെ ഹെ. ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും ഉറങ്ങുന്നു. നീന്ത് ഗുൽത്തെ ഹി ലേഖക് ने एक पागल आदमी को अपने पास बैठे देखता है. ലേഖകൻ ഉറക്കം ഉണർന്ന ഉടനെ തന്നെ അരികിൽ ഒരു ഭ്രാന്തൻ ഇരിക്കുന്നത് കാണുന്നു. पागल आदमी अपने आप को CID इंस्पेक्टर बताता है. പാഗൽ ആത്മി ഭ്രാന്തനായ അയാൾ, ആ ഭ്രാന്തൻ സ്വയം ഒരു CID ഇൻസ്പെക്ടർ ആണെന്ന് പറയുന്നു. പാഗൽ ആത്മി
चाबुक से मारने की धमकी देता है. ഭ്രാന്തൻ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പാഗൽ ആദ്മീനെ പിട്ടു ഗോൽത്താ ഹെ. ഭ്രാന്തൻ പെട്ടി തുറക്കുന്നു. पागल आदमी पिट्टू से सारी चीजें एक एक करके बाहर फेंकता है. ആ ഭ്രാന്തൻ പിട്ടൂസെ സാരി ചീസേം പെട്ടിയിൽ നിന്നും എല്ലാ വസ്തുക്കളും ഏക്ക് ഏക്ക് കറക്കെ ഓരോന്നായി എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്നു. ബാഹർ ഫേങ്ക്താ ഹെ പറഞ്ഞാൽ വലിച്ചെറിയ, പുറത്തേക്ക് വലിച്ചെറിയുന്നു. पिट्टू में किताब देखते ही वह शांत हो जाता है. പെട്ടിയിൽ പുസ്തകങ്ങൾ കണ്ട ഉടനെ തന്നെ അയാൾ ശാന്തനാകുന്നു. शिक्षक जानने पर पागल आदमी लेखक के पैर दबाता है. അധ്യാപകനാണെന്ന് അറിഞ്ഞ ഉടനെ ഭ്രാന്തൻ ലേഖകന്റെ കാലിൽ തിരുമ്മുന്നു, അല്ലെങ്കിൽ ദബാത്താഹെ അമർത്തുന്നു. लेखक के हाथ में 20 पैसे का सिक्का रखकर पागल आदमी चला जाता है. लेखक के हाथ में ലേഖകന്റെ കൈകളിൽ 20 പൈസേക്ക 20 പൈസയുടെ സിക്ക നാണയം രഘുക്കർ വെച്ചിട്ട് പാഗൽ ആദ്മി ചലാ ജാത്താ ഹെ, ഭ്രാന്തൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ലേഖകന്റെ കയ്യിൽ 20 പൈസ നാണയം വെച്ച് ഭ്രാന്തൻ പോകുന്നു. പാഗൽ ആദ്മി വിക്ഷിപ്ത അവസ്ഥ മേ ബി ഗുരു കാ ആദർ കർത്താ ഹെ. ഭ്രാന്തൻ തൻ്റെ ഭ്രാന്താവസ്ഥയിൽ പോലും ഗുരുവിനെ ബഹുമാനിക്കുന്നു. ലേഖകോ ശിക്ഷക കെ രൂപ മേ സർവശ്രേഷ്ഠ സമ്മാൻ മിൽത്തേ ഹെ. ലേഖകന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും ഉയർന്ന ബഹുമാനം ലഭിക്കുന്നു. അത്രയാണ് ഇതിലെ പ്രധാന പോയിന്റുകൾ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലെ പ്രധാന പോയിന്റുകൾ നോക്കാം. വൈറ്റ് ക്യാപ്പാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ പ്രധാന പോയിന്റുകളാണ്. പരീക്ഷ ഖതം ഹോനെ കെ ബാദ് കേശവ് അപ്നെ മാതാ പിതാ കെ പാസ് ജാനെ കെ ലിയെ സിദ് കർത്താ ഹെ. പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ കേശവ് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ നിർബന്ധം പിടിക്കുന്നു, അല്ലെങ്കിൽ വാശി പിടിക്കുന്നു. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നതാണ് ഒന്നാമത്തെ സെന്റൻസ്. ദാദാജി ഉസേ ലേക്കർ മാതാപിതാ കെ പാസ് ജാത്താ ഹെ. ദാദാജി അതായത് മുത്തച്ഛൻ അവനെയും കൊണ്ട് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നു. കേശവ് കോ അസ്ഥായി ഡേരെ മേ അകേലെ രഹ്ന പഡ്താ ഹെ. കേശവിന് ഒരു താൽക്കാലിക കൂടാരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നു. കേശവ് ബാഹർ നികാൽ കർ പൂരെ കോളനി ചക്കർ കർനെ ലഗ്താ ഹെ. കേശവ് പുറത്തിറങ്ങി കോളനി മുഴുവൻ ചുറ്റി നടക്കാൻ തുടങ്ങി. വഹ് ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡ്കോ കെ പാസ് പഹുഞ്ച്താ ഹെ. അവൻ ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികളുടെ അടുത്ത് എത്തുന്നു. ഹർ ദിൻ വഹ് ക്രിക്കറ്റ് ദേഖ്നെ കെ ലിയെ ജാത്താ ഹെ. എല്ലാ ദിവസവും അവൻ ക്രിക്കറ്റ് കാണാൻ പോകുന്നു. केशव वहाँ की शहरी बच्चों का हंसी मजाक का पात्र बन जाता है. കേശവ് നാട്ടിലെ കുട്ടികൾക്കിടയിൽ തമാശകൾക്ക് പാത്രമാകുന്നു. കുച്ച് ദിനോं में वह गेल का जरूरत बन जाता है.
കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഗെയിമിന്, ആ കളിക്ക് ആവശ്യമായിട്ട് മാറുന്നു. അവനെ ആ കളിയിലേക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വഹ് ഗേൽ കാ സരൂരത്ത് ബൻ ജാത്താ ഹെ, അവൻ ആ ഗെയിമിന്റെ ആവശ്യക്കാരനായിട്ട് മാറുന്നു. ബോൾ നിർമ്മാണാധീൻ ഇമാരത്തോം കെ ഛത്ത് പർ ഗിർ ജാത്താ ഹെ, നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് പന്ത് വീഴുന്നു. ഗിർ ജാത്താ ഹെ, വീഴുന്നു. കേശവ് ഗേന്ദ് ലേനെ കെ ലിയെ അസ്ഥായി ചാലി സെ ഊപ്പർ ചढ़ता है, പന്തെടുക്കാൻ കേശവ് താൽക്കാലിക ഗോവണിയിലേക്ക് കയറുന്നു. ചढ़ता है, കയറുന്നു. ഛത്ത് സെ നീച്ചെ ഗിർത്താ ഹെ, മേൽക്കൂരയിൽ നിന്ന് താഴെ വീഴുന്നു. ഉസ്കെ ഹാത്ത് പൈർ കി ഹഡ്ഡി ടൂട്ട് ജാത്താ ഹെ, അവന്റെ കൈകാലുകളിലെ എല്ല് പൊട്ടുന്നു. अस्पताल ले जाने के फैसला करता है, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ തീരുമാനിക്കുന്നു. കേശവ് കെ ഹാത്ത് പൈർ പർ പ്ലാസ്റ്റർ देखकर लड़कों के मनोभाव बदल जाता है, കേശവന്റെ കൈകളിലും കാലുകളിലും പ്ലാസ്റ്റർ കണ്ടതിനു ശേഷം ആൺകുട്ടികളുടെ മാനസികാവസ്ഥ മാറുന്നു. അവരുടെ മനോഭാവം മാറുന്നു. ലഡ്കെ ക്രിക്കറ്റ് സാമഗ്രി കേശവ് കോ ദേത്തെ ഹെ, ആ ആൺകുട്ടികൾ ക്രിക്കറ്റ് ഉപകരണങ്ങൾ കേശവന് നൽകുന്നു. तबीयत ठीक होने पर अपने टीम में भाग लेने का वादा देता है, ആരോഗ്യം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളുടെ ടീമിനൊപ്പം ചേരണമെന്ന് അവർ വാഗ്ദാനം നൽകുന്നു. കേശവ് കെ സിർ പർ വൈറ്റ് ക്യാപ്പ് പഹനാത്താ ഹെ, കേശവിന്റെ തലയിൽ വെള്ളത്തൊപ്പി വെക്കുന്നു. അത്രയാണ് നമ്മുടെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ പ്രധാന പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ പ്രധാന പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സംസ്മരണാണ്. സംസ്മരൺ ദില്ലീമേ ഉനീന്തയും എന്ന സംസ്മരണാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദില്ലീമേ ഉനീന്തയും സംസ്മരണിലെ മുഖ്യ പോയിന്റുകൾ, പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. ബിർള മന്ദിർ കെ ബാഹർ ലേഖിക ഓട്ടോ പക്കടത്തി ഹെ, ബിർള മന്ദിർ കെ ബാഹർ സെ ലേഖിക ഓട്ടോ പക്കടത്തി ഹെ, ലേഖിക ബിർള മന്ദിറിന് പുറത്തുനിന്ന് ഒരു ഓട്ടോ പിടിക്കുന്നു. ലേഖിക ഓട്ടോ ഡ്രൈവർ കി ഹാലത്ത് സമജ്തി ഹെ, ലേഖിക ഓട്ടോ ഡ്രൈവറുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. ലേഖിക ഓട്ടോ ഡ്രൈവർ കോ ഘർ ബുലാത്തി ഹെ, ലേഖിക ഓട്ടോ ഡ്രൈവറിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. राजा राम 8 साल तक चांदनी चौक में साइकिल रिक्शा चलाता है, രാജാറാം 8 വർഷമായി ചാന്ദിനി ചൗക്കിൽ സൈക്കിൾ റിക്ഷ ഓടിക്കുന്നു. 1.5 साल तक मुफ्त में सेवा करता है, 1.5 വർഷമായിട്ട് സൗജന്യമായിട്ട് സേവനം നൽകുന്നു. अमीर आदमी राजा राम को एक पुराना ऑटो देता है, अमीर आदमी राजा राम को एक पुराना ऑटो देता है, ധനികനായ ആ വ്യക്തി, അമീർ ആത്മി ധനികനായ വ്യക്തി രാജാറാമിന് ഒരു പഴയ ഓട്ടോ നൽകുന്നു. പുരാന ഓട്ടോ ദേത്താ ഹെ നൽകുന്നു.
ബാരിഷ് മേ ഉസ്കാ ഗർ ടഹ് ജാത്താ ഹെ. ബാരിഷ് പറഞ്ഞ മഴ. മഴയിൽ അവന്റെ വീട് തകർന്നു വീഴുന്നു. രാജാറാം ദില്ലി ജാനെ കാ പരിചയ് കർത്താ ഹെ. രാജാറാം ഡൽഹിയിലേക്ക് പോവാൻ, പരിചയല്ല, നിശ്ചയം എന്നാണ് കേട്ടോ. രാജാറാം ദില്ലി ജാനേക്ക നിശ്ചയ് കർത്താ ഹെ. രാജാറാം ദില്ലിയിലേക്ക് പോവാൻ തീരുമാനിക്കുന്നു. ദില്ലി മേം ഓട്ടോ ചലാത്താ ഹെ. ഡൽഹിയിൽ ഓട്ടോ ഓടിക്കുന്നു. ദില്ലി പറഞ്ഞ ഡൽഹി, ഡൽഹിയിൽ ഓട്ടോ ഓടിക്കുന്നു. ലേഖിക രാജാറാം കി ഹാലത്ത് സമജ്തി ഹെ. ലേഖിക രാജാറാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു. അത്രയാണ് നമ്മുടെ ദില്ലി മേ ഉനീന്ദയും എന്ന സംസ്മരണിലെ പ്രധാന പോയിന്റുകൾ.